കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങി മനുഷ്യനെ ചതച്ചരച്ച് ചിഹ്നം വിളയ്ക്കുന്ന കാട്ടാനകളും പച്ച മനുഷ്യൻ്റെ മാംസവും ചോരയും നക്കിക്കുടയ്ക്കുന്ന വന്യജീവികളുടെ കഥകളും മലയോരത്ത് നിന്ന് ചോരയുടെ കഥകളായി നമ്മളിലേക്ക് എത്തുന്നുവെങ്കിൽ, പട്ടാപ്പകൽ 10 മാസം ചുമന്ന ഉമ്മയുടെ നെറ്റിക്ക് ചുറ്റിക കൊണ്ടടിക്കുകയും ഇക്ക എന്ന് വിളിക്കുന്ന സ്വന്തം അനുജനെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊല്ലുകയും കൂടാതെ 4 പേരെ കൊല്ലുകയും ചെയ്ത അഫ്സാൻ എന്ന ഭീകരനെന്ന് വിശേഷിപ്പിക്കാവുന്ന യുവാവിൻ്റെ കഥ പേടിപ്പെടുത്തുന്ന ചോരക്കഥയായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു. കേരളം പോകുന്നത് എങ്ങോട്ടാണ്? മനുഷ്യനേതാ മൃഗമേതാ എന്ന് തിരിച്ചറിയാനാവാത്ത ഈ അവസ്ഥയ്ക്ക് കാരണമെന്താണ്? ലഹരി എന്ന് ഉത്തരം പറയേണ്ടി വരും. കേരളത്തിൻ്റെ യുവതലമുറ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ വന്നത് മറ്റൊരു വാർത്തയായിരുന്നു. കൂട്ടുകാരൻ്റെ തല നെഞ്ചക്കുകൊണ്ട് അടിച്ച് പൊട്ടിച്ച 6 കുട്ടികൾ. അവരുടെ പേരുകൾ കൗമാരക്കാരായതുകൊണ്ട് പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഷഹബാസ് എന്ന നാളുകളിൽ വസന്തമായി മാറേണ്ട ഒരു കൗമാരക്കാരൻ നമ്മുടെ ഇടയിൽ നിന്ന് വേർപിരിഞ്ഞു. കുട്ടികളിൽ അക്രമവാസന കൂടുമ്പോൾ, കേരളത്തിൽ അക്രമങ്ങൾ പെരുകുമ്പോൾ നാം ലഹരിക്കെതിരെ എന്താണ് മിണ്ടാതെ നിൽക്കുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.